കോഴിക്കോട് താമരശ്ശേരിയിൽ സ്വകാര്യ ട്യൂഷൻ സെന്ററിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ തർക്കത്തിൽ ഒരു വിദ്യാർത്ഥിയുടെ നില ഇപ്പോൾ അതീവ ഗുരുതരമാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് വിദ്യാർത്ഥി ജീവൻ നിലനിർത്തുന്നത്. അപ്പോൾ ഈ തർക്കമുണ്ടായ സമയത്ത്, അതായത് ഈ കാണുന്ന സ്ഥലത്താണ് തർക്കമുണ്ടായത്. സമീപത്തുണ്ടായിരുന്ന കട നടത്തുന്ന സാലി എന്ന് പറയുന്ന ചേട്ടൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹമാണ് ഈ തർക്കം നേരിട്ട് കണ്ട വ്യക്തികളിൽ ഒരാളാണ്. ചേട്ടൻ, എന്താണ് സംഭവിച്ചത്? അതായത് വിദ്യാർത്ഥികൾ ചേരിതിരിഞ്ഞാണോ തർക്കം ഉണ്ടായത്? ഇവിടെ വൈകിട്ട് ഒരു 4 മണി തൊട്ട് ഇവിടെ ചെക്കന്മാരിവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഒരു 10-30 ആൾ ഇവിടെ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ അന്വേഷിച്ച് എന്താ ഇവിടെ ഇങ്ങനെ നിൽക്കണമെന്ന് ചോദിച്ചു. ഒന്ന് ചുമ്മാ നിൽക്കാനോ ഒന്നും ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഏകദേശം 4 മണി തൊട്ട് അവരിവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ഒരു 5 മണി 5:30 ഒക്കെ ആയപ്പോഴാണ് അടി നടക്കുന്നത്. നമ്മൾ ഷോപ്പിൽ തിരക്കിലാണ്. അടി നടക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ടായിരിക്കുന്ന അടി. അവിടെ കൂടി നിന്ന് അവിടെ നിന്ന് ഓരോ വാക്കേറ്റം നടന്നു. അവരങ്ങനെ അവിടെ ഇവിടം വരെ അടി കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ 2 വിഭാഗമായിട്ടാണെന്നാണ് തോന്നുന്നത്. എത്ര ആളുകളെങ്ങനെ അറിയില്ല. അവർ നമ്മളെ ഷോപ്പിൽ തിരക്കിനിടെ ഇറങ്ങി വന്നു. പിടിച്ചു മാറ്റിയപ്പോൾ കുറച്ച് ആൾ ആ സൈഡിലേക്ക്, കുറച്ചാൾ ഈ സൈഡിലേക്കും അങ്ങ് പോയി. അപ്പോൾ പുറത്താക്കിയതിന് ശേഷം വീണ്ടും അവിടുന്ന് വീണ്ടും തല്ലുകൂടി, വീണ്ടും അടികൂടി. അതന്നെ കാര്യമായിട്ട്. അതായത് വിദ്യാർത്ഥി ഇപ്പോൾ ഗുരുതരമായ വെന്റിലേറ്ററിലാണ്. അപ്പോൾ അത്തരം ആക്രമണങ്ങളൊക്കെ ഇവിടെ നിന്നിട്ട് തന്നെയാണോ ഉണ്ടാവുന്നത്? അത് നമ്മളിപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ അറിയുന്നത്. നമ്മൾ പെട്ടെന്ന് പെട്ടെന്നാണ് അടി നമ്മൾ കണ്ടത്. എന്തോ ആയുധങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ കണ്ടില്ല. അവർ അല്ലാതെ തന്നെ പിള്ളേരാണല്ലോ, പിള്ളേരുടെ ഒരു അടിപിടിയാണ്. അത് അധികമായിട്ടുള്ള ആയുധങ്ങളായിട്ടൊന്നും നമ്മൾ കയ്യിലൊന്നും കണ്ടില്ല. ഇവിടെ നിന്നൊന്നും ഉണ്ടോ അറിയത്തില്ല. നമ്മൾ ഫ്രണ്ടിൽ എത്തിയാരാണ് കണ്ടത്. ഒരുപാട് വിദ്യാർത്ഥികളുണ്ടായിരുന്നോ? 10-30 ആളോടുണ്ട്. അവർ ബ്ലാക്ക് ഷർട്ട് ഇട്ട് മിക്സഡാണ്, യൂണിഫോം ഇല്ല. ഫെയർവെൽ ആഘോഷമായിരുന്നു. ഫെയർവെൽ ആഘോഷം കഴിഞ്ഞ ഞായറാഴ്ച കഴിഞ്ഞിട്ടുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ബാക്കിയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റ് ഡീറ്റെയിൽ അറിയില്ല. ഇവിടെ നമ്മൾ ഇതിൻ്റെ മുമ്പ് തന്നെ ഇവിടെയുള്ള കോളേജിൽ അവൾ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു കേസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് നോക്കാമെന്ന് പറഞ്ഞ്. പിന്നെ അവർ ഏകദേശം അടി നടന്നപ്പോൾ അവർ ഇവിടെ എത്തിയത്. അപ്പോൾ അവർ പറയുന്ന അവരുടെ കുട്ടികൾ ആരും ഇല്ല, പുറമെയുള്ള കോരങ്ങാട് സ്കൂളിലെയും വട്ടോളി സ്കൂളിലെയും കുട്ടികളാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് വിദ്യാർത്ഥികൾ ചേരിതിരിഞ്ഞ് തർക്കമുണ്ടാവുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ദൃക്സാക്ഷികൾ പറയുന്നത്. അതായത് ഗുരുതര പരിക്കേറ്റിട്ടൊരു വിദ്യാർത്ഥി കോഴിക്കോട് വെന്റിലേറ്ററിലാണ്. അപ്പോൾ ദൃക്സാക്ഷികൾ ഉൾപ്പെടെ പറയുന്നത് ചേരിതിരിഞ്ഞ് ഏകദേശം 10-30ഓളം വിദ്യാർത്ഥികൾ പരിസരത്തുണ്ടായിരുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്.